കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് BCA ഇത്രയും സബ്ജക്റ്റുകാർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് 2, 1, 1, 2, 0, -1 ആൻഡ് 4, 2, 1 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ ഇവിടെ ആക്ച്വലി നമുക്ക് ഗിവൺ 3 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എപ്പോഴാണ് 3 വെക്ടേഴ്സ് എക്സ്, വൈ ആൻഡ് സെഡ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നതെന്ന് നോക്കാം. സോ ഹിയർ 3 വെക്ടേഴ്സ് എക്സ്, വൈ ആൻഡ് സെഡ് ആർ സെഡ് ടു ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് if their linear combination equal to 0 implies that all scalars equal to 0. അതായത് ഈ 3 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ λ1x പ്ലസ് λ2y പ്ലസ് λ3z equal to 0 implies that λ1 equal to λ2 equal to λ3 equal to 0. അതായത് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ എല്ലാ സ്കേലാർസും 0 ആയിരിക്കണം. ഇവിടെ λ1, λ2, λ3 എന്ന് പറയുന്നത് സ്കേലാർസ് ആണ്. സോ ഇതിലേതെങ്കിലും ഒരു ലാംഡായി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ഏതെങ്കിലും ഒന്ന് തന്നെ നോൺ സീറോ ആയാൽ മതി. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ദാറ്റ് ഈസ് എനി ലാംഡായി നോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദാറ്റ് the vectors are linearly dependent. Okay, so ഇവിടെ 2, 1, 1, 2, 0, -1, 4, 2, 1 എന്ന് പറയുന്ന വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. സോ നമ്മൾ ആദ്യം ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്കേലാർസും ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. സോ λ1 ഇൻറ്റു 2, 1, 1 പ്ലസ് λ2 ഇൻറ്റു 2, 0, -1 പ്ലസ് λ3 ഇൻറ്റു 4, 2, 1 ഈക്വൽ ടു 0 എന്നെടുക്കുന്നു. സോ ഇതിനെ നമുക്ക് λ1 ഇൻറ്റു 2, 1, 1നെ നമുക്ക് 2 λ1 λ1 2 λ1 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 എന്ന് എഴുതാം. പ്ലസ് ദെൻ നെക്സ്റ്റ് വണ്ണിന് നമുക്ക് 2 λ2 0 minus λ2 plus 4 λ3 2 λ3 λ3 equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിനി ഈ 3 ഓർഡർ ട്രിപ്ലെറ്റും തമ്മിൽ ആഡ് ചെയ്യാം. സോ കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്താൽ മതി. സോ 2 λ1 പ്ലസ് 2 λ2 പ്ലസ് 4 λ3 ഈക്വൽ ടു 4 λ3 കോമ ദെൻ λ1 plus 0 plus 2 λ3 then λ1 plus minus λ2 plus λ3 equal to 0. ഓക്കെ, അപ്പോൾ ഒരു ഓർഡർഡ് ട്രിപ്ലെറ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഓരോ എൻട്രീസും 0 ആയിരിക്കും. ഇവിടെ 0 എന്ന് പറഞ്ഞാൽ 0, 0, 0. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 2 λ1 plus 2 λ2 plus 4 λ3 equal to 0. അതിന് ഇക്വേഷൻ 1 എന്നെടുക്കാം. ദെൻ λ1 പ്ലസ് 2 λ3 ഈക്വൽ ടു 0 വിച്ച് ഇസ് ഇക്വേഷൻ 2. ദെൻ λ1 മൈനസ് λ2 പ്ലസ് λ3 ഈക്വൽ ടു 0 വിച്ച് ഇസ് ഇക്വേഷൻ 3. സോ ഈ 3 ഇക്വേഷൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ λ1, λ2, λ3യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആൻഡ് തേർഡ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരു ലാംഡയുടെ കോഎഫിഷ്യൻസ് 2 ഇക്വേഷനിലും സെയിം ആക്കിക്കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാം. സോ നമ്മൾ ഇക്വേഷൻ 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2 λ1 മൈനസ് 2 λ2 പ്ലസ് 2 λ3 ഈക്വൽ ടു 0 എന്ന് എഴുതാം, വിച്ച് ഇസ് ഇക്വേഷൻ 4. ഇനി ഇവിടെ ഇക്വേഷൻ 1 ആൻഡ് 4 നോക്കിക്കഴിഞ്ഞാൽ അവിടെ λ2ൻ്റെ കോഎഫിഷ്യൻസ് രണ്ടിലും സെയിം ആണ്, λ1ൻ്റെയും സെയിം ആണ്. സോ നമ്മൾ 1 + 4 ചെയ്യുന്നു. അപ്പോൾ 2 λ1 + 2 λ1 4 λ1 എന്ന് വരും. ദെൻ 2 λ2 മൈനസ് 2 λ2 0 ആവും. ദെൻ 4 λ3 + 2 λ3 is 6 λ3 ഈക്വൽ ടു 0 + 0 0 വിച്ച് ഇസ് ഇക്വേഷൻ 5.
ദെൻ നമ്മൾ ഇക്വേഷൻ 2ഉം 5ഉം തമ്മിലാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കണം. സോ നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ ആക്ച്വലി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 4 ഇൻറ്റു ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ലാംഡ 1 പ്ലസ് 8 ലാംഡ 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും, വിച്ച് ഇസ് ഇക്വേഷൻ 6. ഇപ്പോൾ 5 ആൻഡ് 6 നോക്കിക്കഴിഞ്ഞാൽ ലാംഡ 1ൻ്റെ കോഎഫിഷ്യൻറ്റ് രണ്ട് ഇക്വേഷനിലും 4 ആണ്. സോ നമ്മൾ 6 മൈനസ് 5 ചെയ്യുന്നു. ദെൻ 4 ലാംഡ 1 മൈനസ് 4 ലാംഡ 1 0. ദെൻ 8 ലാംഡ 3 മൈനസ് 6 ലാംഡ 3 2 ലാംഡ 3 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇവിടെ 2 ലാംഡ 3 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കതിന് ലാംഡ 3 ഈക്വൽ ടു 0/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ലാംഡ 3യുടെ വാല്യൂ കിട്ടി. നമ്മളത് ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാംഡ 1 പ്ലസ് 0 ഈക്വൽ ടു 0 എന്ന് വരും. സോ ലാംഡ 1 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ലാംഡ 1ൻ്റെ വാല്യൂയും 0 എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ലാംഡ 1 ആൻഡ് ലാംഡ 3യുടെ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1 ഈക്വൽ ടു 0 പ്ലസ് 2 ലാംഡ 2 പ്ലസ് 0 ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് 2 ലാംഡ 2 പ്ലസ് 0 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ 2 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദാറ്റ് ഓൾ സ്കെയിലാർസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് ലാംഡ 1 ലാംഡ 2 ലാംഡ 3 0 എന്ന് കിട്ടി. സോ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ദ വെക്ടേഴ്സ് 2 1 1 2 0 മൈനസ് 1 ആൻഡ് 4 2 1 ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇങ്ങനെയാണ് ഒരു ഗിവൺ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അതായത് ലീനിയർ കോമ്പിനേഷൻ 0 ആണെന്ന് കൺസിഡർ ചെയ്യുന്നു, ദെൻ സ്കെയിലാർസ് 0 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ, ഫൈൻഡ് ദ nth ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് കോസ് 6. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് കോസ് 6 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ലെറ്റ് y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സൈൻ എക്സ് കോസ് 6. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ സൈൻ എക്സ് കോസ് എക്സിനെ ഒന്ന് മാറ്റി എഴുതുന്നു. അപ്പോൾ നമുക്കറിയാം 2 സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി 2 സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് സൈൻ എക്സ് കോസ് വൈ ഈക്വൽ ടു 1/2 സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. ഓക്കെ, ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഈ y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സൈൻ എക്സ് കോസ് എക്സിനെ എങ്ങനെ എഴുതാം? ഇ റേസ് ടു എക്സ് ഇൻറ്റു 1/2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എക്സ് പ്ലസ് സൈൻ എക്സ് മൈനസ് എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇവിടെ സൈൻ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2x, ദെൻ സൈൻ എക്സ് മൈനസ് എക്സ് 0 ആണ്, സൈൻ 0 ആണ്, ദാറ്റ് ഈസ് 0. സോ ഇതിനെ 1/2 ഇ റേസ് ടു എക്സ് സൈൻ 2x എന്ന് എഴുതാം. അപ്പോൾ ഇനി ആക്ച്വലി നമുക്ക് ഇതിൻ്റെ nth ഡെറിവേറ്റീവ് കണ്ടാൽ മതിയാവും. സോ നമുക്കറിയാം nth ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ റേസ് ടു n/2 ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് പ്ലസ് സി പ്ലസ് n ഇൻറ്റു ടാൻ ഇൻവേഴ്സ് b/e. ഓക്കെ, സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ nth ഡെറിവേറ്റീവ് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആക്ച്വലി എന്ത് വരും? yn ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ എ എന്ന് പറയുന്നത് ആക്ച്വലി 1 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്, ആൻഡ് സി 0 ആണ്. സോ നമുക്കിവിടെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ റേസ് ടു n/2 ഇ റേസ് ടു എക്സ് ഇൻറ്റു
സൈൻ 2x പ്ലസ് n ടാൻ ഇൻവേഴ്സ് 2/1 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 പ്ലസ് 1 ദാറ്റ് ഈസ് 5 റേസ് ടു n/2 ഇൻറ്റു ഇ റേസ് ടു എക്സ് സൈൻ 2x പ്ലസ് n ടാൻ ഇൻവേഴ്സ് 2. Okay, so this is actually the nth derivative of e raised to x sin x cos x. Okay. Third question. Using partition method, find the inverse of matrix 3, 2, 4, 2, 1, 1, 1, 3, 5. അപ്പോൾ ഇവിടെ ആക്ച്വലി പാർട്ടീഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഗിവൺ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു n ഓർഡറുള്ള ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് അറിയാമെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് n+1 ഓർഡറുള്ള ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് ആക്ച്വലി നമ്മൾ ഈ പാർട്ടീഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഗിവൺ മെട്രിക്സിനെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു? A1, A2, A3 ഡാഷ് ആൻഡ് ആൽഫ. ഓക്കെ, ഇവിടെ A1, A2, A3 ഡാഷ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി മെട്രിക്സുകളാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് ഇങ്ങനെ എഴുതുന്നത് എന്നുള്ളത് പറയാം. ആൻഡ് A ഇൻവേഴ്സ് ഈക്വൽ ടു x1, x2, x3 ഡാഷ് ആൻഡ് x. ഇവിടെ x1, x2, x3 ഡാഷ് എന്നൊക്കെ പറയുന്നത് മെട്രിക്സുകളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 3/3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലുള്ള എൻട്രീസ് A11, A12, A13, A21, A22, A23, A31, A32, A33. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സോ നമ്മൾ ഇതിനെ ഒരു 2/2 മെട്രിക്സ് വരുന്ന രീതിയിലൊന്ന് പാർട്ടീഷൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു 2/2 മെട്രിക്സ് ആണ്. അതിനെ A1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു കോളം മെട്രിക്സ് വിച്ച് ഇസ് A2. ദെൻ ഒരു റോ മെട്രിക്സ് ഉണ്ട് അവിടെ, അതിനെ A3 ഡാഷ് എന്ന് എടുക്കുന്നു. ദെൻ ഒരു എൻട്രി ആണ് വരുന്നത്, അതിനെ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഒരു എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി എ എന്ന് പറയുന്ന മെട്രിക്സിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അതേപോലെ എ ഇൻവേഴ്സും കൺസിഡർ ചെയ്യുന്നു. സോ ദെൻ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ദെൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു IN+1 എന്ന് പറയാം. അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ n+1. ദാറ്റ് ഈസ് ഇവിടെ എക്ക് പകരം നമ്മൾ A1, A2, A3 ഡാഷ് ആൽഫ into then A inverse is x1, x2, x3 dash x equal to ഇവിടെ നമ്മൾ n+1 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സിനെയും പാർട്ടീഷൻ ചെയ്തിട്ടാണ് എഴുതുന്നത്. സോ IN 0, 0, 1 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് എൻട്രി 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെങ്ങനെ എഴുതാം? A1 x1 plus A2 x3 ഡാഷ് ഈക്വൽ ടു IN ഫസ്റ്റ് എൻട്രിയാണ് അത് ആക്ച്വലി വരുന്നത്, വിച്ച് ഇസ് ഇക്വേഷൻ 1. ദെൻ ഫസ്റ്റ് റോയിലുള്ള സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? A1 ഇൻറ്റു, അതായത് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ A1 ഇൻറ്റു x2 പ്ലസ് A2 ഇൻറ്റു x ഈക്വൽ ടു 0 എന്ന് വരും, വിച്ച് ഇസ് ഇക്വേഷൻ 2. ഇനി നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എൻട്രി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളും ആണ് എടുക്കേണ്ടത്. അപ്പോൾ A3 ഡാഷ് ഇൻറ്റു x1 പ്ലസ് ആൽഫ ഇൻറ്റു
x3 ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഇക്വേഷൻ 3. ദെൻ നെക്സ്റ്റ് വരുന്നത് a3 ഡാഷ് ഇൻറ്റു x2 പ്ലസ് ആൽഫ ഇൻറ്റു എക്സ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ അതിനെ ഇക്വേഷൻ 3 ഇക്വേഷൻ 4 എന്ന് കൺസിഡർ ചെയ്യുന്നു. ദെൻ ഇത് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ x1 x2 x3 ഡാഷ് എക്സിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഇക്വേഷൻ 2ൽ നിന്നും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a1 x2 ഈക്വൽ ടു മൈനസ് a2 x എന്ന് എഴുതാം. അതായത് a2 എക്സിനെ RHSലോട്ട് എടുക്കുന്നു ഇക്വേഷൻ 2ൽ. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് x2 ഈക്വൽ ടു, അവിടെ a1 എന്ന് പറയുന്നത് ഇൻറ്റു ആണ്, a1 ഇൻറ്റു x2 ആണ്. സോ RHSലോട്ട് പോകുമ്പോൾ അത് ഡിവൈഡഡ് ബൈ ആവും. അതിനെ നമുക്ക് ഡിവൈഡഡ് ബൈ വരുമ്പം a1 ഇൻവേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ മൈനസ് a1 ഇൻവേഴ്സ് a2 x എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി x2 ഈക്വൽ ടു മൈനസ് a1 ഇൻവേഴ്സ് a2 x. ദെൻ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇക്വേഷൻ 4 ആണ്. അപ്പോൾ 4 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ എഴുതാം. അപ്പോൾ എക്സ് വരുന്ന ടേം അവിടെ വെക്കുന്നു. അപ്പോൾ ആൽഫ എക്സ് ഈക്വൽ ടു RHSലൊരു 1 ഉണ്ട്. ഓക്കെ, ദെൻ നമ്മൾ 1 മൈനസ് അവിടെ a3 ഡാഷ് x2നെ RHSലോട്ട് എടുക്കുന്നു. അപ്പോൾ അത് മൈനസ് ആവും. 1 മൈനസ് a3 ഡാഷ് x2. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് x2ൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടി. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1 മൈനസ് a3 ഡാഷ് ഇൻറ്റു x2ന് പകരം മൈനസ് a1 ഇൻവേഴ്സ് a2 x എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിനെ 1 മൈനസ് അത് പ്ലസ് ആവും. 1 പ്ലസ് a3 ഡാഷ് a1 ഇൻവേഴ്സ് a2 x എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ LHSൽ എക്സ് വരുന്നൊരു ടേം ഉണ്ട്, RHSലും എക്സ് വരുന്നൊരു ടേം ഉണ്ട്. സോ RHSലുള്ള എക്സിൻ്റെ ടേമിനെ നമ്മൾ LHSലോട്ട് എടുക്കുന്നു. അപ്പോൾ അത് മൈനസ് ആവും. അപ്പോൾ ആൽഫ എക്സ് മൈനസ് a3 ഡാഷ് a1 ഇൻവേഴ്സ് a2 x ഈക്വൽ ടു 1 എന്ന് വരും. ഇനി എക്സ് രണ്ടിലും കോമൺ ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ ആൽഫ മൈനസ് a3 ഡാഷ് a1 ഇൻവേഴ്സ് a2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ എക്സ് ഈക്വൽ ടു, ഇപ്പോൾ എക്സ് ഇൻറ്റു ആൽഫ മൈനസ് a3 ഡാഷ് a1 ഇൻവേഴ്സ് a2 ആണ്. അപ്പോൾ അതിനെ RHSലോട്ട് എടുക്കുമ്പോൾ അത് ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്നുള്ളത് നമുക്ക് ഇൻവേഴ്സിൻ്റെ ഫോമിലേക്ക് എഴുതാം. അപ്പോൾ എക്സ് ഈക്വൽ ടു ആൽഫ മൈനസ് a3 ഡാഷ് a1 ഇൻവേഴ്സ് a2 ദ ഹോൾ ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, 1 ബൈ ആൽഫ മൈനസ് a3 ഡാഷ് a1 ഇൻവേഴ്സ് a2 എന്നുള്ളതിനെ ആൽഫ മൈനസ് a3 ഡാഷ് a1 ഇൻവേഴ്സ് a2 ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി, x2ൻ്റെ വാല്യൂ കിട്ടി. ഇനി 1 എന്ന് പറയുന്ന ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 1 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? x1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ a1 x1 ഈക്വൽ ടു മൈനസ് a2 x3 ഡാഷ് എന്ന് എഴുതാം. പിന്നെ അവിടെ ഓൾറെഡി ഒരു in ഉണ്ട്. അപ്പോൾ പ്ലസ് in, ദാറ്റ് ഈസ് in മൈനസ് a2 x3 ഡാഷ് എന്ന് വരും. ഓക്കെ, ദെൻ x1 ഈക്വൽ ടു, ഇപ്പോൾ a1നെ RHSലോട്ട് എടുക്കുന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ഡിവൈഡഡ് ബൈ വരുമ്പോൾ നമുക്ക് ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പോൾ a1 ഇൻവേഴ്സ് ഇൻറ്റു എന്ത് വരും? in മൈനസ് a2 x3 ഡാഷ് എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് x1. ദെൻ ഇനി നമുക്ക് ആക്ച്വലി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? x2 കിട്ടി, എക്സ് കിട്ടി, x1 കിട്ടി. ഇനി x3 ഡാഷിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് നമ്മൾ ഇക്വേഷൻ 3 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ 3 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് x3 ഡാഷ് വരുന്ന ടേം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ടേമിനെ RHSലോട്ട് എടുക്കാം. സോ നമുക്ക് ആൽഫ x3 ഡാഷ് ഈക്വൽ ടു മൈനസ് a3 ഡാഷ് x1 എന്ന് എഴുതാം. സോ ഇതിൽ നിന്നും x3 ഡാഷ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ x1ന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൈനസ് a3 ഡാഷ് ഇൻറ്റു a1 ഇൻവേഴ്സ് ഇൻറ്റു in, അതിന് a1 ഇൻവേഴ്സ് in എഴുതാം. മൈനസ് a1 ഇൻവേഴ്സ് a2 x3 ഡാഷ് എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് a3 ഡാഷ്
A1 ഇൻവേഴ്സ് IN, then മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ പ്ലസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് A2 X3 ഡാഷ്. അപ്പോൾ LHSലും RHSലും X3 ഡാഷ് വരുന്ന ടേം ഉണ്ട്. സോ നമ്മൾ X3 ഡാഷ് വരുന്ന ടേമിനെ LHSലോട്ട് എടുക്കുന്നു. അപ്പോൾ അതിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൽഫ മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് A2 ഇൻറ്റു X3 ഡാഷ് ഈക്വൽ ടു മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് IN എന്ന് എഴുതാം. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് X3 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ X3 ഈക്വൽ ടു ഓൾറെഡി ഉള്ളത് മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് IN ഇൻറ്റു ദെൻ അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പം ഹോൾ ഇൻവേഴ്സ് എന്ന് എടുത്താൽ മതി. ആൽഫ മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് A2 ദ ഹോൾ ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ്, അവിടെ മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് IN എന്ന് പറഞ്ഞാൽ മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് തന്നെ ഇൻറ്റു എക്സ്. അവിടെ ആൽഫ മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് A2 ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ X1 X2 X3 ഡാഷ് എക്സ് ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇനി പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യമില്ല. ഇത് ക്ലിയർ ആവാൻ വേണ്ടി മാത്രം ഞാൻ ആ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗിവൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെട്രിക്സ് 3 to 4 2 1 1 1 3 5 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ A1 A2 A3 ഡാഷ് ആൽഫ എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാവുന്നത് 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഇക്വേഷൻ എഴുതി വെക്കാം. X2 എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. X1 X2 X3 ഡാഷ് ആൽഫ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഓർത്ത് വെക്കണം. അപ്പോൾ X2 ഈക്വൽ ടു മൈനസ് A1 ഇൻവേഴ്സ് A2 X ആണ്. എക്സ് എന്ന് പറയുന്നത് ആൽഫ മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് A2 ദ ഹോൾ ഇൻവേഴ്സ്, ദെൻ X1 എന്ന് പറയുന്നത് A1 ഇൻവേഴ്സ് ഇൻറ്റു IN മൈനസ് A2 X3 ഡാഷ് ആണ്. ദെൻ X3 എന്ന് പറയുന്നത് X3 ഡാഷ് ഈക്വൽ ടു മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് എക്സ് ആണ്. സോ ഈ ഫോർമുലയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്ത അത്രയും ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഓർത്ത് വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി A1 A2 എന്താണെന്ന് നോക്കാം. A1 ഈക്വൽ ടു മാട്രിക്സ് 3 2 2 1 ആണ്. A2 എന്ന് പറയുന്നത് കോളം മാട്രിക്സ് 4 1 ആണ്. A3 എന്ന് പറയുന്നത് റോ മാട്രിക്സ് 1 3 ആണ്. A3 ഡാഷ് ഈക്വൽ ടു റോ മാട്രിക്സ് 1 3 ആൻഡ് ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് A1 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ്. A1 എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ലെറ്റ് A ഇൻവേഴ്സ് ഈക്വൽ ടു, അപ്പോൾ നമ്മളിവിടെ ആദ്യം A ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഴുതി വെക്കാം. X1 X2 X3 ഡാഷ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് X1 X2 X3 ഡാഷ് എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ A ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ A ഇൻവേഴ്സ് ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A ഇൻവേഴ്സ് ഈക്വൽ ടു I എന്ന് കിട്ടും.
അപ്പോൾ ഇത് ആക്ച്വലി എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. സോ നമ്മൾ ആദ്യം ഇവിടെ A1 ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് നമുക്ക് ആദ്യം ഡിറ്റർമിനൻറ്റ് ഓഫ് A1 എന്താണെന്ന് അറിയണം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് A1 ഈക്വൽ ടു 3 × 1, 3 മൈനസ് 2 × 2 വിച്ച് ഇസ് 4. 3 മൈനസ് 4 ഈക്വൽ ടു -1 എന്ന് വരും. സോ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. അപ്പോൾ A1 ഇൻവേഴ്സ് എന്ന് പറയുന്നത് A1ൻ്റെ അഡ്ജോയിൻറ്റ് 2/2 ആയതുകൊണ്ട് ആദ്യം ഡയഗണൽ എൻട്രീസ് ഇൻ്റർചേഞ്ച് ചെയ്യുക. ദെൻ ബാക്കിയുള്ള എൻട്രീസിന് നേരെ നെഗറ്റീവ് കൊടുക്കുക, divided by -1. So that is equal to -1, 2, -2, sorry -2 എന്നുള്ളത് പോസിറ്റീവായി 2 -3 എന്ന് വരും. സോ ദിസ് ഇസ് A1 ഇൻവേഴ്സ്. അപ്പോൾ A1 ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ദെൻ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആൽഫ മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് A2 ദ ഹോൾ ഇൻവേഴ്സ് ആണ്. സോ നമ്മൾ ആദ്യം ഇവിടെ ആൽഫ മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് A2 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ആൽഫ മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് A2 ഈക്വൽ ടു, ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ 5 മൈനസ് A3 ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് 1 3. ദെൻ A1 ഇൻവേഴ്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് -1 2 2 -3. ദെൻ A2 എന്ന് പറയുന്നത് മെട്രിക്സ് കോളം മെട്രിക്സ് 4 1 ആണ്. 4 1. So this is equal to 5 മൈനസ്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 × -1, ആദ്യത്തെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1 × -1 -1 പ്ലസ് 3 × 2 പ്ലസ് 6 എന്ന് വരും. ദെൻ 1 × 2 2 പ്ലസ് 3 × -3 -9 ഇൻറ്റു അടുത്ത മെട്രിക്സ് 4 1 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈനസ്, ഇവിടെ -1 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 5 ആണ്. ദെൻ 2 -9 -7 ഇൻറ്റു 4 1 എന്ന് വരും. ദെൻ ഇനി ഈ രണ്ട് മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 5 മൈനസ്, ഇവിടെ 5 × 4 എന്ന് പറഞ്ഞാൽ 20, 5 × 4 20 പ്ലസ് -7 × 1 വിച്ച് ഇസ് -7. ഇവിടെ 20 - 7 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 20 - 7 ഈസ് 13. സോ ഇവിടെ 5 - 13 എന്ന് വരും. 5 - 13 ഈസ് -8. ഓക്കെ, അപ്പോൾ ആൽഫ മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് A2 ആണ് ആക്ച്വലി -8 എന്ന് കിട്ടിയത്. എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആണ്. ആൽഫ മൈനസ് A3 ഡാഷ് A1 ഇൻവേഴ്സ് A2യുടെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ അതെന്തായിരിക്കും ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ -1/8 എന്ന് വരും. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു -1/8 എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇനി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് x2 ആണ്. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ x2 കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സോ x2 ഈക്വൽ ടു A1 ഇൻവേഴ്സ് A2 എക്സ് ആണ്. സോ അവിടെ നമ്മൾ -A1 ഇൻവേഴ്സിൻ്റെ നേരെ നെഗറ്റീവ് എടുത്താൽ മതി. അപ്പോൾ 1 -2 3 എന്ന് വരും ഇൻറ്റു A2 എന്ന് പറഞ്ഞാൽ 4 1 ഇൻറ്റു ദെൻ എക്സ് എന്ന് പറയുന്നത് ഇവിടെ -1/8 ആണ്. അപ്പോൾ ഇൻറ്റു -1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 × 4 ഈസ് 4 പ്ലസ് -2 × 1 -2. ദെൻ -2 × 4 ഈസ് -8 പ്ലസ് 3 × 1 3 ഇൻറ്റു -1/8 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 2 2 -8 പ്ലസ് 3 -5 -5 ഇൻറ്റു -1/8. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ ഓരോ എൻട്രീനെയും -1/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ -2/8 5/8.
ഓക്കെ, സോ ദിസ് ഇസ് x2. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ x2യുടെ വാല്യൂ കിട്ടി, അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ കിട്ടി. ദെൻ നമ്മൾ ഇനി നമുക്ക് x3' കണ്ടുപിടിക്കണം. സോ ഇവിടെ x3' എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, -a3' a1 ഇൻവേഴ്സ് എക്സ് ആണ്. സോ നമ്മളവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ -a3' എന്ന് പറയുമ്പം അവിടെ a3' നെഗറ്റീവ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് -1 -3 എന്ന് വരും. റോ മാട്രിക്സ് ആണ്. ഇൻറ്റു ദെൻ a1 ഇൻവേഴ്സ് വിച്ച് ഇസ് -1 2 2 -3 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ -1/8 ആണ്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ -1 × -1 1 എന്ന് വരും. 1 -6. നെക്സ്റ്റ് വരുന്നത് -1 × 2 -2 പ്ലസ് -3 × -3 9 ഇൻറ്റു -1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 1 - 6 എന്ന് പറഞ്ഞാൽ ആക്ച്വലി -5 ആണ്. Then -2 + 9 is 7 into -1/8. So that is equal to 5/8. Then -7/8. So ഇവിടെ x3' കിട്ടി. ഓക്കെ, ദെൻ നമ്മൾ x1 കാൽക്കുലേറ്റ് ചെയ്യുന്നു. x1 ഈക്വൽ ടു a1 ഇൻവേഴ്സ് ഇൻറ്റു in മൈനസ് a2 x3'. സോ ഇവിടെ a1 ഇൻവേഴ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -1 2 2 -3 ഇൻറ്റു in എന്ന് പറഞ്ഞാൽ ഇവിടെ 2/2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. സോ 1 0 0 1 മൈനസ് a2ൻ്റെ വാല്യൂ കൊടുക്കുന്നു. സോ ഇവിടെ 4 1 ആണ് a2 എന്ന് പറയുന്നത് കോളം മാട്രിക്സ്. ദെൻ x3' നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. 5/8 -7/8 എന്ന് കിട്ടി. സോ ഇനി ഇതെല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. സോ ദാറ്റ് ഈസ് ഈക്വൽ, ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ടേമാണ് ചെയ്യുന്നത്, അതിന് ശേഷം മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. -1 2 2 -3 ഇൻറ്റു, അപ്പോൾ 1 0 0 1 മൈനസ്, ദെൻ മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 5/8 നമുക്ക് 20/8 എന്ന് എഴുതാം. ഇപ്പോൾ ഫസ്റ്റ് ടേം 20/8 എന്ന് വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് 4 × -7/8. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം ഇവിടെ ഫസ്റ്റ് നോക്കുക, ഇവിടെ നോക്കുക 5/8 എന്ന് വരും. നെക്സ്റ്റ് എന്ത് 1 × 5/8 5/8, ദെൻ -7/8 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് എഴുതാം, ദാറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു -1 2 2 -3 ഇൻറ്റു, ദെൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 - 20/8 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, അതായത് ഇവിടെ സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് എൻട്രീസ് ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 - 20/8 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 8 - 20/8 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് -12/8 എന്ന് കിട്ടും. ഓക്കെ, സോ അവിടെ വരുന്നത് -12/8 ആണ്. ദെൻ പിന്നെ വരുന്നത് 0 - -28/8 വിച്ച് ഇസ് 28/8. Then 0 - 5/8 which is -5/8. Then 1 - -7/8, അത് 1 + 7/8 ആണ് which is 15/8. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ -1 × -12/8 12/8 പ്ലസ് 2 × -5/8 -10/8. Then -1 × 28/8 -28/8 പ്ലസ് ദെൻ 2 × 15/8 അത് 30/8 എന്ന് വരും.
then minus 24/8 next entry plus minus 3 into minus 5/8 15/8 then 2 into 28/8 നമുക്ക് 56/8 എന്ന് എഴുതാം plus minus 3 into 15/8 minus 45/8 okay so next വരുന്നത് ഇവിടെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യാം അപ്പോൾ 12 minus 10/8 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2/8 ആണ് അടുത്തത് minus 28 plus 30 എന്ന് പറഞ്ഞാൽ 2/8 ആണ് then minus 24 plus 15 minus 9 എന്ന് വരും minus 9/8 then 56 minus 45 11 എന്ന് വരും അപ്പോൾ 11/8 so this is actually x1 ഓക്കെ അപ്പോൾ x1 x2 x3 ഡാഷ് ആൽഫ നമുക്ക് കിട്ടി സോ ഇവിടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി മെട്രിക്സ് x1 x2 x3 ഡാഷ് ആൽഫയാണ് സോറി എക്സ് ആണ് സോ ദിസ് ഈസ് ഈക്വൽ ടു x1 പകരം അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതൊരു 2/2 മെട്രിക്സ് ആണ് അപ്പോൾ 2/8 2/8 minus 9/8 11/8 then x2 എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടി ഒരു കോളം മെട്രിക്സ് ആണ് ഇത് minus 2/8 5/8 then x3 dash എന്ന് പറയുന്നത് ഇവിടെ റോ മെട്രിക്സ് ആണ് അത് ഇതുപോലെ എഴുതുക 5/8 minus 7/8 then വരുന്നത് x എന്ന് പറയുന്നത് ഇവിടെ minus 1/8 ആണ് സോ ദിസ് ഈസ് ആക്ച്വലി ദ ഇൻവേഴ്സ് ഓഫ് എ അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി പാർട്ടീഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോബ്ലം മാത്രം ചെയ്താൽ മതിയാവും അതിൻ്റെ ഫോർമുലാസ് പഠിച്ചു വെച്ചാൽ മതിയാവും ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അതിൻ്റെ ജനറൽ കേസാണ് സോ നെക്സ്റ്റ് വൺ ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan x minus sin x by x ക്യൂബ് അപ്പോൾ ഇവിടെ ആക്ച്വലി ഗിവൺ ഫംഗ്ഷൻ്റെ ലിമിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan x minus sin x by x ക്യൂബ് അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ tan 0 minus sin 0 by 0 എന്ന് വരും അതായത് 0/0 ഫോമാണ് tan 0 എന്ന് പറഞ്ഞാൽ 0 sin 0യും 0 ആണ് അപ്പോൾ 0/0 എന്ന് വരും അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan x minus sin x by x ക്യൂബ് 0/0 ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം എൽ ഹോസ്പിറ്റൽ റൂളിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ tan x-ൻ്റെ sec² x ആണ് sec² x മൈനസ് sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x ഡിവൈഡഡ് ബൈ പിന്നെ x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² എന്ന് വരും സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 ഇവിടെ ഞാൻ sec² x-നെ 1 + tan² x എന്ന് മാറ്റി എഴുതുന്നു നമുക്കറിയാം 1 + tan² x എന്ന് പറഞ്ഞാൽ sec² x ആണ് മൈനസ് cos x ബൈ 3x². അപ്പോൾ ഇത് ആക്ച്വലി വീണ്ടും നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ tan 0 0 എന്ന് വരും cos 0 1 അപ്പോൾ 1 മൈനസ് 1 0 ആയി അപ്പോൾ ഇത് വീണ്ടും 0/0 ഫോമാണ് ഡിനോമിനേറ്ററും 0 ആണ് അപ്പോൾ ഇത് വീണ്ടും അവിടെ എല്ലാ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1ൻ്റെ ഡെറിവേറ്റീവ് 0 tan² x-ൻ്റെ ഡെറിവേറ്റീവ് 2 tan x ഇൻറ്റു sec² x എന്ന് വരും ദെൻ cos x-ൻ്റെ മൈനസ് sin x അപ്പോൾ പ്ലസ് sin x ആയി അത് ദെൻ 6x എന്ന് വരും വീണ്ടും അവിടെ sec² x-ന് പകരം 1 + tan² x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 tan x ഇൻറ്റു 1 + tan² x എന്ന് വരും plus sin x divided by 6x. ഓക്കെ ഇനി നമ്മൾ വീണ്ടും അവിടെ എല്ലാ ടാനിൻ്റെ ടേംസ് ഉണ്ട് 2 ടേമിൽ ദെൻ വീണ്ടും 0/0 ഫോമാണ് വരുന്നത് 0 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോൾ വീണ്ടും നമ്മൾ എല്ലാ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0
അതിന് നമുക്ക് 2 tan x പ്ലസ് 2 tan ക്യൂബ് എക്സ് എന്ന് എഴുതാം ന്യൂമറേറ്ററിൽ. അപ്പോൾ 2 tan എക്സിൻ്റെ ഫസ്റ്റ് ടേം 2 tan x ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു tan എക്സിൻ്റെത് സീക്സ് സ്ക്വയർ എക്സ് എന്ന് വരും. ദെൻ 2 tan ക്യൂബ് എക്സിൻ്റെത് 2 ഇൻറ്റു 3 tan സ്ക്വയർ എക്സ് ആണ്, അപ്പോൾ അതിന് നമുക്ക് 6 tan സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ 6 tan സ്ക്വയർ എക്സ് ഇൻറ്റു പിന്നെ അവിടെ ഡെറിവേറ്റീവ് ഓഫ് tan എക്സ്, അത് ആക്ച്വലി എന്താ സീക്സ് സ്ക്വയർ എക്സ് ആണ്, പ്ലസ് പിന്നെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 2 ഇൻറ്റു ഞാൻ അവിടെ സീക്സ് സ്ക്വയർ ഫസ്റ്റ് ടേമിൽ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതുന്നു, 1 പ്ലസ് tan സ്ക്വയർ എക്സ്. സെക്കൻഡ് ടേമിൽ ടാനിൻ്റെ ടേം ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ 0 കൊടുത്താൽ അത് 0 ആയി പോകും. പിന്നെ അതുകൊണ്ട് അവിടുത്തെ സീക്സ് സ്ക്വയർ എക്സിനെ മാറ്റണമെന്നില്ല. അപ്പോൾ സീക്സ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 6. ഇനി നമ്മളൊന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയി മാറിയിട്ടുണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവിടെ 2 എന്ന് വരും. ഫസ്റ്റ് ടേം 2 പ്ലസ് 2 tan സ്ക്വയർ എക്സ്, അപ്പോൾ അവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആയി, പിന്നെ അത് 0 വന്ന് കോസ് 0 1 ആയി. അപ്പോൾ 2 പ്ലസ് 1 ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ടേം, അപ്പോൾ 3 എന്ന് വരും. 3/6 ഈക്വൽ ടു 1/2. സോ ഇതാണ് ആക്ച്വലി ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan x മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി 1/2 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 സൈൻ എക്സ് റേസ് ടു tan x. സോ ഇവിടെ ആക്ച്വലി ഇവിടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ എക്സ് റേസ് ടു tan x ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് π/2 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ π/2 റേസ് ടു tan π/2 വരും. സൈൻ π/2 1 ആണ്, tan π/2 അൺഡിഫൈൻഡ് ആണ്. സോ ഇവിടെ ആക്ച്വലി 1/∞ ഫോമിലാണ് വരുന്നത്. സോ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഗിവൺ ഫംഗ്ഷനെ y ആയിട്ട് എടുക്കുന്നു, ഗിവൺ ലിമിറ്റിന്. സോ y ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 സൈൻ എക്സ് റേസ് ടു tan x എന്നെടുക്കുന്നു. ദെൻ രണ്ട് സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലോഗ് y ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 ലോഗ് സൈൻ എക്സ് റേസ് ടു tan x എന്ന് വരും. അപ്പം നമുക്കറിയാം ലോഗ് എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബി ലോഗ് എ ആണ്. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 tan x ലോഗ് സൈൻ എക്സ്. ഇവിടെ tan x എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1/cot x ആണ്, അതായത് cot xൻ്റെ റെസിപ്രോക്കലാണ് tan x. സോ നമ്മൾ ഇത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ tan xനെ 1/cot x എന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് ലോഗ് സൈൻ എക്സ് ബൈ cot x എന്ന് എഴുതാം. അത് 0/0 ഫോമിലോട്ട് കൊണ്ടുവരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ ലോഗ് സൈൻ π/2 ആയി. സൈൻ π/2 ആക്ച്വലി എന്താണ് 1 ആണ്. ഇപ്പോൾ ലോഗ് 1 0 ആണ്, പിന്നെ കോട്ട് π/2 0 ആണ്. അപ്പോൾ 0/0 ഫോമിൽ വരും. അപ്പോൾ ഇവിടെ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0/0 ഫോമിലാണ്. സോ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നു, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. സോ ഇവിടെ ലോഗ് സൈൻ എക്സിൻ്റെത് 1/sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിച്ച് ഇസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് വരും. സോ ഇതിനെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 കോസ് എക്സ് അതായത് അവിടെ ഡിവൈഡഡ് ബൈ ഒരു മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ശരിക്കും ന്യൂമറേറ്ററിലോട്ട് എടുക്കാം. അപ്പോൾ 1/cosec സ്ക്വയർ എക്സ് എന്നുള്ളത് ആക്ച്വലി സൈൻ സ്ക്വയർ എക്സ് ആവും. അപ്പോൾ ഒരു നെഗറ്റീവ് അവിടെ ഉള്ളത് കൊണ്ട് അതിന് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് നിന്നു, പിന്നെ ഡിവൈഡഡ് ബൈ ഒരു സൈൻ എക്സ് ഉണ്ട് അവിടെ. ഓക്കെ, ദെൻ സൈൻ എക്സ് ഒരു സൈൻ എക്സ് ക്യാൻസൽ ചെയ്യാം. ദെൻ അടുത്തതിന് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2
മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. ഇനി ഡയറക്റ്റ് നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് π/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് കോസ് π/2 സൈൻ π/2 എന്ന് വരും. അതായത് കോസ് π/2 0 ആണ്. 0 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഗിവൺ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടും. അതായത് ലോഗ് y ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ y ഈക്വൽ ടു e⁻0 എന്ന് വരും. രണ്ട് സൈഡിലും ഈ പവർ എടുക്കുന്നു. അപ്പം e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഹിയർ ദ ലിമിറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ ലോഗ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഈ പവറിലേക്ക് മാറ്റാൻ മറക്കരുത്. നെക്സ്റ്റ്, വെരിഫൈ കോഷീസ് മീൻ വാല്യൂ തിയറം ഫോർ ദ ഫംഗ്ഷൻ e⁻x ആൻഡ് e⁻−x ഇൻ ദ ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. സോ ഇവിടെ കോഷി മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ എന്താണ് തിയറം നോക്കാം. If f of x and g of x be continuous in closed interval ab, f dash of x and g dash of x exist in open interval ab, g dash of x not equal to 0 for any value of x in ab, then there is at least one value c of x in ab such that f of b minus f of a divided by g of b minus g of a equal to f dash of c divided by g dash of c. അതായത് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ദെൻ ഡെറിവേറ്റീവ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ എക്സിസ്റ്റ് ചെയ്യണം. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം ഫോർ എവറി എക്സ് ഇൻ എ ബി. ദെൻ അങ്ങനെയാണെങ്കിൽ തിയറം പറയുന്നത് ഇതാണ്. ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ വാല്യൂ സി ഓഫ് എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ബൈ ജി ഡാഷ് ഓഫ് സി. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സി വാല്യൂ എങ്കിലും ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് കോഷി മീൻ വാല്യൂ തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗിവൺ ഫംഗ്ഷൻ e⁻x ആൻഡ് e⁻−x ആണ്. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e⁻x ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു e⁻−x. നമുക്കറിയാം e⁻x എന്ന് പറയുന്നത് എൻറ്റയർ ഫംഗ്ഷനാണ്, അതായത് കണ്ടിന്യൂസ് ആണ്. വിച്ച് ഇസ് e⁻x ഇസ് കണ്ടിന്യൂസ്. സോ ഹിയർ both are continuous in closed interval AB. Both are continuous in closed interval AB. And both functions are differentiable in open interval AB. അപ്പോൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ ഇവിടെ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. e⁻−x ഡെറിവേറ്റീവ് മൈനസ് e⁻−x ആണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എനി വാല്യൂ ഓഫ് എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. അപ്പോൾ 3 കണ്ടീഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോഷി തിയറം പറയുന്നത് ഇതാണ്, കോഷി മീൻ വാല്യൂ തിയറം പറയുന്നത് ഇതാണ്. സോ ബൈ കോഷീസ് മീൻ വാല്യൂ തിയറം we have f of b minus f of a divided by g of b minus g of a equal to f dash of c divided by g dash of c. സോ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് e⁻x ആണ്. സോ എഫ് ഓഫ് ബി ഈസ് e⁻b മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് e⁻a ഡിവൈഡഡ് ബൈ ജി ഓഫ് ബി എന്ന് പറയുന്നത് e⁻−b ജി ഓഫ് എ e⁻−a ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞാൽ e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ. അറ്റ് ദ പോയിൻറ്റ് സി എന്ന് പറയുമ്പം e⁻c എന്ന് വരും ഡിവൈഡഡ് ബൈ, ഇനി e⁻−xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് e⁻−x ആണ്. അപ്പോൾ സിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മൈനസ് e⁻−c എന്ന് വരും. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഒരു e⁻b e⁻a ഔട്ട് സൈഡ് എടുക്കുന്നു ന്യൂമറേറ്ററിൽ. അപ്പോൾ ന്യൂമറേറ്ററിൽ ഫസ്റ്റ് ടേമിൽ ഓൾറെഡി e⁻b ഉണ്ട്, അത് ഔട്ട് സൈഡ് വന്നു. ദെൻ e⁻a എന്ന് പറയുന്ന ടേം ഇല്ല, അപ്പോൾ ഒരു e⁻−a അവിടെ കൊടുക്കണം. ദെൻ അടുത്ത ടേമിൽ e⁻b ഇല്ല, സോ ഒരു e⁻−b അവിടെ വരും ഡിവൈഡഡ് ബൈ e⁻−b മൈനസ് e⁻−a ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻c ഡിവൈഡഡ് ബൈ മൈനസ് e⁻−c. സോ ദാറ്റ് അതിനെ നമ്മൾ e⁻b ഇൻറ്റു e⁻a ഇൻറ്റു
ഇ റേസ് ടു മൈനസ് എ മൈനസ് ഇ റേസ് ടു മൈനസ് ബി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്നും നെഗറ്റീവ് ഔട്ട് സൈഡ് എടുക്കുന്നു. സോ അതിന് നമുക്ക് ഇ റേസ് ടു മൈനസ് എ മൈനസ് ഇ റേസ് ടു മൈനസ് ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു സി ഡിവൈഡഡ് ബൈ മൈനസ് ഇ റേസ് ടു മൈനസ് എ. ഇവിടെ ഇ റേസ് ടു മൈനസ് എ മൈനസ് ഇ റേസ് ടു മൈനസ് ബി ക്യാൻസൽ ചെയ്യാം. പിന്നെ ഒരു മൈനസ് മൈനസ് അവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇ റേസ് ടു ബി ഇൻറ്റു ഇ റേസ് ടു എ ഈക്വൽ ടു ഇ റേസ് ടു സി ഇൻറ്റു ഇ റേസ് ടു സി എന്ന് വരും. ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലോട്ട് വരുമ്പം നെഗറ്റീവ് പോസിറ്റീവ് ആവും. അപ്പോൾ ഇ റേസ് ടു ബി പ്ലസ് എ ഈക്വൽ ടു ഇ റേസ് ടു 2c എന്ന് എഴുതാം. ഇപ്പോൾ രണ്ട് സൈഡിലും ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബി പ്ലസ് എ ഈക്വൽ ടു അല്ലെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു 2c എന്ന് വരും. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് സി ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 എന്ന് എഴുതാം. നമുക്കറിയാം എ പ്ലസ് ബി ബൈ 2 എന്ന് പറഞ്ഞാൽ എൻ്റെയും ബിൻ്റെയും മിഡ് പോയിൻ്റ് ആണ്. അത് ആക്ച്വലി ഈ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ വരുന്ന പോയിൻ്റ് ആണ്. സോ സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി. സോ ദ തിയറം ഈസ് വെരിഫൈഡ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആക്ച്വലി കോഷി മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ.